കണ്ണിന് മനോഹരമെന്ന് തോന്നുന്ന വസ്ത്രങ്ങളാണ് ഭൂരിഭാഗം ആളുകളും പലപ്പോഴും തിരഞ്ഞെടുക്കാറുള്ളത്. എന്നാൽ അത്തരം വസ്ത്രങ്ങൾ ചർമ്മത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന കാര്യം നാം അത്ര ഗൗരവത്തിലെടുക്കാറില്ല. എന്നാൽ വസ്ത്രങ്ങൾ എടുക്കുമ്പോൾ ഇനി മുതൽ അവ കാണാൻ ഭംഗിയുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ പോരാ, ചർമ്മത്തിന് അനുയോജ്യമാണോ എന്നുകൂടി ഉറപ്പുവരുത്തണമെന്നാണ് ചർമ്മരോഗ വിദഗ്ധർ പറയുന്നത്. ചർമ്മത്തിന് വില്ലനാകുന്നത് പലപ്പോഴും സിന്തറ്റിക് ഫൈബർ മെറ്റീരിയലുകളിൽ തയ്യാറാക്കുന്ന വസ്ത്രങ്ങളാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇവ പെട്ടെന്ന് ചൂട് പിടിക്കും. തന്നെയുമല്ല, ഇവയ്ക്ക് വിയർപ്പ് ആഗിരണം ചെയ്യാനുള്ള കഴിവുമില്ല. ഇത് ചർമ്മത്തിൽ അസ്വസ്ഥതയുണ്ടാക്കുകയും ഉരസലും ചൊറിച്ചിലും ചർമ്മത്തിൽ മുറിവുണ്ടാക്കുകയും ചെയ്യും. പോളിസ്റ്റർ, നൈലോൺ വസ്ത്രങ്ങളാണ് പൊതുവിൽ പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. പോക്കറ്റ് ഫ്രണ്ട്ലി ആയ ഇവ ഒട്ടും സ്കിൻ ഫ്രണ്ട്ലി അല്ലെന്നാണ് ചർമ്മരോഗ വിദഗ്ധർ പറയുന്നത്. കൂടാതെ തുണിത്തരങ്ങളിൽ പ്രോസസ്സിംഗിനായി ഉപയോഗിക്കുന്ന ഡൈ, റെസിൻ, കെമിക്കൽ ഫിനിഷ് എന്നിവയും പലപ്പോഴും വില്ലനാകുന്നുണ്ട്. ഇത് ചർമ്മത്തിൽ അലർജി ഉണ്ടാക്കുകയും ചെയ്യും. തുണി ചുളിയുന്നത് തടയുന്നതിനായി ഉപയോഗിക്കുന്ന ഫോർമാൽഡിഹൈഡ്, റെസിൻ, അസോഡിസ്പസ് ഡൈ, ഇലാസ്റ്റിക് സ്പാൻഡെക്സ് എന്നിവയെല്ലാം ചില ആളുകളുടെ ചർമ്മത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ സിന്തറ്റിക് ഫൈബർ മെറ്റീരിയലുകൾക്ക് പകരം കോട്ടനോ, ബാംബുവോ, ലിനനോ തിരഞ്ഞെടുക്കണമെന്നാണ് വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്. വായുസഞ്ചാരം ഉറപ്പുവരുത്തുന്നവയാണ് ഇത്തരം വസ്ത്രങ്ങൾ. ഇതിന് വിയർപ്പ് ആഗിരണം ചെയ്യാനും സാധിക്കും. അതുപോലെ ധരിക്കുന്നതിന് മുൻപേ വസ്ത്രങ്ങൾ നല്ല രീതിയിൽ അലക്കി വൃത്തിയാക്കണമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.